ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മുടെ കട്ടപ്പ ശൈത്യ അനുമോളുമായിട്ട് ഉടക്കുണ്ടായ സമയത്ത് കുറെ കാര്യങ്ങൾ വിളിച്ചു പറയുകയുണ്ടായി. എടി, നിന്റെ PR തന്നെയാണ് എന്റെയും PR. അവനാണ് ശരിക്കുമുള്ള കട്ടപ്പ. എന്റെ അച്ഛന്റെ കയ്യിൽ എന്തോരം പൈസ അവൻ വാങ്ങിയിട്ടുണ്ട് എന്ന് നിനക്കറിയുവോ? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശൈത്യ പറഞ്ഞു. അനുമോളുടെ PR ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോറി, അനുമോളുടെ ORM ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിനു വിജയ് എന്ന് പറയുന്ന പുള്ളിയാണ്. ഇദ്ദേഹം തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലെ ജിൻഡോന്റെയും PR. ഇദ്ദേഹത്തിനാണ് 16 ലക്ഷം രൂപ കൊടുത്തു എന്ന് ഇപ്പം നിലവിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിനു ഇതിന് പ്രതികരിച്ച് ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. വളരെ ഞെട്ടിക്കുന്ന കുറെ സത്യങ്ങളാണ് വിനു വിളിച്ചു പറഞ്ഞേക്കുന്നത്. ആദ്യം ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റുമായിട്ട് വന്നു. പിന്നീട് ജിഞ്ചർ മീഡിയ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് ചെറിയൊരു ഇന്റർവ്യൂവും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇദ്ദേഹം വിളിച്ചു പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശൈത്യ 36 ദിവസമാണ് നിന്നത്. 36 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപയാണ് ശൈത്യയുടെ വീട്ടുകാർ ഇയാൾക്ക് കൊടുത്തേക്കുന്നത്. ഈ 1.5 ലക്ഷം രൂപ വിനിയോഗിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് 70,000 രൂപ കൊടുത്ത് പുറത്ത് നിന്ന് വോട്ട് മേടിച്ചിട്ടാണ് ശൈത്യ അതിന്റെ അകത്ത് നിന്നത് എന്നാണ് പറയുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ശൈത്യക്കെതിരെ വന്നിട്ടുള്ളത്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ശൈത്യ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അന്നേരം ഈ വീഡിയോയിലോട്ട് വരാം. ഇതാണ് അനുമോളുടെ PR വിനു വിജയ്. ഇദ്ദേഹത്തെ പറ്റിയാണ് ഇന്നലെ ശൈത്യയും വിളിച്ചു കൂവിയിരിക്കുന്നത്. ആദ്യം ഇയാള് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട ഇദ്ദേഹത്തിന്റെ സ്റ്റോറി ഒന്ന് കാണിക്കാം. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഞാൻ വളരെ സമ്മറൈസ് ചെയ്തെന്ന് പറയാം. I would like to clarify that I was never signed for any exclusive PR work for Shaitya Santosh. Before Bigg Boss, I was contacted by several contestants regarding PR, including Shaitya. Even Anmol was aware that Shaitya had reached out to me for enquiries. ഒരു പേപ്പറിനകത്തും ശൈത്യയുടെ PR ഏറ്റെടുക്കുന്നതായിട്ട് ഇദ്ദേഹം സൈൻ ചെയ്തിട്ടില്ല എന്നാണ് ആദ്യത്തെ പാരഗ്രാഫിനകത്ത് പറയുന്നത്. എല്ലാവരെയും പോലെ തന്നെ ശൈത്യയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അനുമോൾക്കും അറിയുകയും ചെയ്യായിരുന്നു. പല കണ്ടസ്റ്റൻസിനെ ഇയാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന അക്ബറിനെ അടക്കം കോൺടാക്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ആഫ്റ്റർ സ്പീക്കിംഗ് വിത്ത് Shaitya's parents, who were extremely humble, kind and seemed quite happy, helpless and worried, I genuinely felt that need to help them. I decided to support Shaitya for a month for a minimal fee of 1.5 lakh with a goal of helping her survive the early eviction phase and stay visible for at least a month. ഇതിനകത്ത് പറയുന്നത് അവരുടെ വീട്ടുകാരായിട്ട് സംസാരിച്ച സമയത്ത് അവർ ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു സഹതാപം അവരുടെ തോന്നിയിട്ടാണ് ശൈത്യയെ സപ്പോർട്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഒരു മിനിമൽ ചാർജ് 1.5 lakh rupees ഒരു മാസത്തേക്ക്, ഒരു മാസം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ. ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നു മിനിമൽ ചാർജ്. പുള്ളിയുടെ മിനിമൽ ചാർജ് ആണ് ഒരു മാസം സപ്പോർട്ട് ചെയ്യാൻ 1.5 ലക്ഷം രൂപ. നിങ്ങൾ അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കുക. അനുമോള് അതിനകത്ത് 14ാമത്തെ ആഴ്ചയും കണ്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ 14 ആഴ്ചയും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോരം പൈസ ഇയാൾ മേടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞ 16 ലക്ഷത്തിന്റെ കണക്കൊന്നും ആയിരിക്കത്തില്ല. അതിനേക്കാൾ വലിയൊരു എമൗണ്ട് ആണ് ഇപ്പം വന്നേക്കുന്നത്. മിനിമൽ ചാർജ് 1.5 ലക്ഷം എന്ന് പറയുമ്പോൾ തന്നെ ഒരു 3-3.5 മാസം അതിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് 4.5 ലക്ഷം രൂപ അടുപ്പിച്ചായി. മിനിമൽ ചാർജ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ മേ ബി ഈ 16 ലക്ഷത്തിന്റെ കണക്കൊക്കെ ശരിയായിരിക്കും കേട്ടോ. കാര്യം ഇത്രയും പേയ്മെന്റ് മേടിക്കുന്ന പുള്ളിയാണ്. പിന്നെ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് പുള്ളി ഒരു മാസത്തേക്ക് 3 ലക്ഷം രൂപയാണ് മേടിക്കുന്നതെന്ന്. അതിലോട്ട് നമുക്ക് വരാം. ഇത് കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂ വെക്കുന്നത്. ബാക്കി വായിക്കാം. To achieve this, I hired a person of manage her account to collaborate with the social media page where renamed Shaitya Army with 34k followers, coordinate WhatsApp engagement group, set up a team to edit content for the live feed. Unfortunately, strategy didn't yield the expected result since there was not much content to work. Okay, പുള്ളിക്കാരൻ മാനേജറിനെ ഹയർ ചെയ്തു, പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ കുറെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ അവർ വിചാരിച്ച ഉള്ളിനകത്ത് റിസൾട്ട് കിട്ടിയിട്ടില്ല. കാര്യം വെച്ചാൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ശൈത്യ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഇറ്റ് ഈസ് ആൾസോ ഇമ്പോർട്ടന്റ് ടു നോട്ട് Shaitya's parent had engaged another PR agency, SP Media. SP Media എന്ന് പറയുന്ന വേറൊരു മീഡിയയുമായിട്ട് ശൈത്യയുടെ പേരൻസ് അവർ സൈമൾട്ടേനിയസ്ലി ഇവർക്ക് PR വർക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ വേറൊരു ഏജൻസിയുമായിട്ട് അവർക്ക് ഇതുണ്ടായിരുന്നു. ശൈത്യ വാസ് evicted on the 36th day. Managing my commitment and promise to her parents were fulfilled as agreed. So ഒരു മാസത്തേക്ക് ശൈത്യ അതിനകത്ത് പിടിച്ചു നിർത്താമെന്നാണ് പറഞ്ഞത്. പുള്ളി പറയുന്നത് 36ാമത്തെ ദിവസമാണ് ശൈത്യ എവിക്റ്റ് ആവുന്നത്. സോ പുള്ളി എടുത്ത് പറഞ്ഞ ആ ഒരു കർത്തവ്യം പുള്ളി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Later I was disappointed to learn that Shaitya accused me for calling her Kattappa and backstabbing her. This claim is completely baseless and has unfairly questioned my integrity. Okay, ഇന്നലെ കട്ടപ്പ എന്ന് വിളിച്ച് ബാക്ക് സ്റ്റാമ്പ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് ബേസ്ലെസ് ആണ്. പുള്ളിയുടെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നതൊക്കെയാണെന്നാണ് പറയുന്നത്. സോ ഈ കാര്യം ശൈത്യയുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്തു. അവർക്ക് ഇതിനകത്ത് വിഷമം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇതിനുശേഷം ഈ വിനു വിജയുടെ ഇന്റർവ്യൂ നമുക്ക് കാണാം. ഇതിനകത്ത് കുറച്ചുകൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അന്നേരമാണ് ഈ ഇന്റർവ്യൂ കേട്ടപ്പോഴാണ് സീരിയസ്ലി ഇത്രയും അലമ്പ് പരിപാടികൾ ഇതിനകത്ത് നിൽക്കുന്നുണ്ടെന്ന്.
മനസ്സിലായത്. നമുക്ക് ഇന്റർവ്യൂ കാണാം. അതെ അതെ അത് ഡെഫിനറ്റ്ലി. അതായത് ശൈത്യയുടെ പാരന്റ്സ് ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് എന്നെ വിളിച്ചായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് തിരിച്ച് എന്നെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഓൾറെഡി ശൈത്യന് മുൻ പരിചയമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതേ സമയത്ത് നമ്മൾ ആരെയും എന്താ പറയാ PR ചെയ്യണം എന്ന് ആരും ആഗ്രഹിച്ചില്ല. ഇവൻ അനിമോളുടെ പോലും ഞാൻ പേഴ്സണൽ അറിയുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അതായത് അനിമോൾക്ക് വേണ്ടി PR എന്നുള്ള രീതിയിലല്ല ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ സമയത്ത് ശൈത്യയുടെ പാരന്റ്സ് അനുമോളുടെ PR ആയിട്ടല്ല ഗൈസ് വർക്ക് ചെയ്തിട്ടുള്ളത്, അനുമോളുടെ ORM ആണ് കേട്ടോ, അനുമോളുടെ റെപ്യൂട്ടേഷൻ മാനേജ്മെന്റ്. എന്ന് വെച്ചാൽ PR-നേക്കാളും കുറച്ചും കൂടെ മുകളിൽ നിൽക്കും. കാര്യം അനുമോൾ അതിനകത്ത് എന്തൊക്കെ കൊള്ളരുതായ്മ കാണിച്ചാലും പുറത്ത് വെളുപ്പിച്ചെടുക്കേണ്ട ജോലിയാണ് ഇദ്ദേഹത്തിനുള്ളത്. തന്നെ കോൺടാക്ട് ചെയ്തു. ആ കോൺടാക്ട് ചെയ്ത സമയത്ത് എനിക്ക് പിന്നെ തിരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, PR ചെയ്യണമെങ്കിൽ നല്ല ഫണ്ട് വേണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവര് ആദ്യത്തെ ആഴ്ച തന്നെ ചിലപ്പോൾ ശൈത്യ ഔട്ട് ആവേണ്ട ഘട്ടത്തിലായിരുന്നു നിന്നിരുന്നത്. അവര് ഒരുപാട് കാര്യങ്ങൾ ശൈത്യനെ പറ്റി പറഞ്ഞു. എനിക്ക് നമുക്ക് ഫീൽ ആവും, കാരണം അവര് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ഒരു കുട്ടിയാണ് ശൈത്യ. പല എടാ മഹാഭാവി, എന്നിട്ടാന്നോടാ നീ ശൈത്യയുടെ പേരും പറഞ്ഞ് കട്ടപ്പാന്നും പറഞ്ഞിട്ട് ശൈത്യ നെഗറ്റീവ് ആക്കാൻ വേണ്ടി വീഡിയോ അടിച്ചിറക്കിയത്? ഈ PR എന്ന് പറയുന്ന പരിപാടി തന്നെ ആടിനെ പട്ടിയാക്കുന്ന പരിപാടിയാണ്. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് ഈ അവൻ. അണ്ണൻ അറിയാം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തൊക്കെ പറയണമെന്ന്. ഈ പറയുന്നതിനകത്ത് തന്നെ കുറച്ച് ഉടായ്പത്തരൊക്കെ ചേർത്തിട്ടാണ് പുള്ളി പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നാലും കുറച്ച് സത്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് റിയാക്ട് തന്നെ ചെയ്യുന്നത്. റിയാലിറ്റി ഷോസിൽ അവർക്ക് അറിയിച്ച ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. അതേപോലെ അവരുടെ പാരന്റ്സ് ഭയങ്കര നിരാശരാണ്. കാരണം ശൈത്യക്ക് അറിയിച്ച സ്ഥലത്ത്, ഇത്രയും ടാലന്റ് ഉള്ള ഒരു കുട്ടി ഇത്രയും അറിയിച്ച സ്ഥലത്ത് എത്താതെ പോയത്. ആര് പറഞ്ഞു? ബാക്ക് സ്റ്റാബിങ്ങിന് സൂപ്പറാണ് ശൈത്യ. അത്രയും ടാലന്റ് വേറെ ഒരു കുഞ്ഞിനും അതിനകത്തില്ല. കട്ടപ്പ ശൈത്യ എന്നൊക്കെ പറഞ്ഞ വെറുതെ ആണോ? കട്ടപ്പ ശൈത്യ എന്നാ സുന്നാമ? നല്ല വിഷമമുണ്ട്. അപ്പൊ അതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്കും സ്വാഭാവികമായിട്ട് വിഷമം തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ശൈത്യയുടെ ഫാദറിന്റെ അടുത്ത് ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം ആണ് ഞാൻ അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ശൈത്യക്ക് വേണ്ടി വർക്ക് ചെയ്യാം. അത് PR വർക്കല്ല. ഞാൻ ഒരിക്കലും PR വർക്ക് എന്റെ പൊന്നുബായി, നിങ്ങൾ എന്താണ് പറയുന്നത്? അനുമോളുടെ PR-ന്റെ കാര്യം പറഞ്ഞപ്പോഴും ഇയാൾ പറയുന്നത് ഞാൻ അനുമോൾക്ക് വേണ്ടി വർക്ക് ചെയ്യാം, പക്ഷെ PR വർക്കല്ല, അത് ORM ആണ്. ഇപ്പൊ ശൈത്യയുടെ പേരൻസ് കോണ്ടാക്ട് ചെയ്തപ്പോഴും ശൈത്യക്ക് വേണ്ടി വർക്ക് ചെയ്യാം, അത് PR വർക്കല്ല. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ ഇനി? ശൈത്യക്ക് ചെയ്തിട്ടില്ല. കാരണം ശൈത്യക്ക് ഓൾറെഡി വേറൊരു ടീമും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തുപാടെ 2 PR-ഓ? ഈ ബിഗ് ബോസില് 2 PR-നെ ഏൽപ്പിച്ചിട്ട് പോയ വേറെ വ്യക്തികൾ കാണൂല കേട്ടോ. ശൈത്യക്ക് 2 PR. നേരത്തെ എന്താ സാധിച്ചത് SP ഏജൻസി കണ്ട് പറയുന്ന ഒരു ഏജൻസിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്കും കൊടുത്തു, കണ്ട് ഇവർക്കും കൊടുത്തു. എന്തുപാടെ ബെഡേ ആൾക്കാർ കേട്ടോ. ബിഗ് ബോസിന്റെ വിന്നിങ് എമൗണ്ടിനേക്കാൾ കൂടുതൽ സാധനം പുറത്തോട്ട് ഇറക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെളുപ്പിക്കാനൊക്കെ പെടുന്ന പാട്. എന്നിട്ട് വല്ല ഗുണമുണ്ടായോ? പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു പ്രോമിസ് തരാം, ഞാൻ 1 മാസം ഞാൻ വർക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് അത് വർക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആക്ച്വലി ഒരു മാസം വർക്ക് ചെയ്യണമെങ്കിൽ 3 ലക്ഷം വരെയൊക്കെ വാങ്ങാറുണ്ട്. 1 മാസം വർക്ക് ചെയ്യണമെങ്കിൽ 3 ലക്ഷം രൂപ വരെ പുള്ളി മേടിക്കും. അനുമോൾ ORM ആയിട്ട് ഇപ്പൊ 3 മാസമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് വാടേ, അതിന് അനുമോള് നല്ല പൈസ എറിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഈ 16 ലക്ഷത്തിന്റെ കണക്കൊന്നും ഒന്നിനും വെറുതെ അല്ല, ഉള്ളതാ. അതാ ഓരോന്നോരോന്ന് ഇപ്പൊ തെളിഞ്ഞു വരുന്ന കണ്ടോ. പക്ഷെ പറഞ്ഞു നിങ്ങളുടെ സിറ്റുവേഷൻ വെച്ച് ഞാനൊരു 1.5 ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാം. വെറും 1.5 ലക്ഷം രൂപ കേട്ടോ. വെറും 1.5 ലക്ഷം രൂപ 1 മാസത്തേക്ക് ശൈത്യം രക്ഷപ്പെടുത്തി വിടാം എന്ന് പുള്ളി ഏറ്റെടുത്തു. അത് നോക്കണം, 1 മാസത്തേക്ക് വെറും 1.5 ലക്ഷം രൂപ. അത് നേരത്തെ അതിനകത്ത് പറയുന്നുണ്ട്, വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. അതൊരു 1.5 ലക്ഷം രൂപ ശൈത്യം കൊടുത്തു 1 മാസം വരെ നിൽക്കാൻ വേണ്ടിയിട്ട്. 1 മാസം കൊണ്ട് ബിഗ് ബോസ് ശൈത്യക്ക് 1.5 ലക്ഷം കൊടുക്കുന്ന സംശയമാണ്. വെറും 1.5 ലക്ഷം രൂപ കേട്ടോ. ആ 1.5 ലക്ഷം രൂപ എനിക്ക് തന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശൈത്യയുടെ ഒരു എവിക്ഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം RJ ബിൻസി ഔട്ടായ ഒരു വീക്ക്. അപ്പൊ ആ ഒരു വീക്കിന് ശൈത്യ ഔട്ട് ആവേണ്ടതായിരുന്നു. അപ്പൊ ആദ്യത്തെ വീക്ക് RJ മുൻഷി ഔട്ടായി, അതിനുശേഷം RJ ബിൻസി ഔട്ടായി. ഈ RJ ബിൻസി ഔട്ട് ആവണ വീക്കിന് വേണ്ടി അവരുടെ സമ്മതപ്രകാരമാണ്. ഇപ്പോ നിങ്ങൾക്ക് അറിയാം, വോട്ട് കാശ് കൊടുത്ത് ചെയ്യുന്ന കുറച്ച് ടീമുണ്ട്. ഇപ്പൊ നമ്മുടെ അക്ബറിനെയും ബിന്നിയുടെയൊക്കെ PR ചെയ്ത ചിന്ത കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ വോട്ട് നമുക്ക് തരും. അത് അപ്പൊ അക്ബറിന്റെയും ബിന്നിയുടെയും PR ചെയ്യുന്ന ചിന്തയാ. അതായത് അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ വോട്ട് തരുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ബിന്നിയും അക്ബറും ഒക്കെ കാശ് കൊടുത്തിട്ടാണോ അതിനകത്ത് വോട്ട് മറിച്ചിട്ടാണോ നിൽക്കുന്നത്? അത് ചോദ്യചിഹ്നമാണല്ലോ. അപ്പൊ ഇത്രയും കടന്നങ്ങ് വാദോരാതെ PR-നെ പറ്റി അങ്ങ് കണ്ണീരൊലിപ്പിച്ച ബിന്നിയൊക്കെ വന്ന് പറയണം, ഇതിനൊക്കെ മറുപടി പറയണം. നീയൊക്കെ വോട്ട് മറിച്ചിട്ടാണ് ഇതിനകത്ത് അത്രയും നാൾ നിന്നതെന്ന്. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ് ഇത്. ആലോചിക്കും, എന്തൊരു നാണം കെട്ട ഏർപ്പാട്. അയ്യേ.
വോട്ട് നമുക്ക് തരും. അത് അതായത് ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതായത് ഇവര് കുറച്ച് പിള്ളേർ സെറ്റ് ഉണ്ട്. അവർ പോയിട്ട് ഒരാൾ 100 വോട്ട് വെച്ച് 20 പേര് 100 വോട്ട് വെച്ച് പിടിച്ച് 2000 വോട്ട് 3000 വോട്ട് നമുക്ക് ആവശ്യമുള്ള വോട്ട് ഇപ്പൊ നമുക്ക് വേണ്ടത് 3000 വോട്ടാണെങ്കിൽ ആ 3000 വോട്ട് അവര് നമുക്ക് വാങ്ങിത്തരും. അങ്ങനെ അതായത് ശൈത്യയുടെ പാരന്റ്സിന്റെ സമ്മതപ്രകാരം ശൈത്യക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആ ഫണ്ടിന്റെ ഏകദേശം 70,000 രൂപ ആ ഫണ്ട് നമ്മൾ അത് യൂസ് ചെയ്തു. അതേപോലെ തന്നെ ശൈത്യക്ക് നമുക്ക് കേട്ടല്ലോ, പറഞ്ഞതെല്ലാം വ്യക്തമായിട്ട് കേട്ടല്ലോ. ശൈത്യ ആ ഒരു വീക്കില് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശൈത്യക്ക് വോട്ട് മറിച്ച് കൊടുത്തതിന്റെ പേരിൽ 70,000 രൂപ 1.5 ലക്ഷത്തിന് അന്ന് യൂസ് ചെയ്തു. 70,000 രൂപയ്ക്കൊക്കെ വോട്ട് 10,000, 2,000, 3,000 വോട്ട് മറിച്ചിട്ടാണ് ഇവൾ അതിനകത്ത് നിന്നത്. ഒന്ന് ആലോചിച്ച്, എന്തൊരു നാറിയ പരിപാടിയാണ്, ആളുകളെ പറ്റിക്കുന്ന പരിപാടിയല്ലയോ. എന്റെ പൊന്ന് ബിഗ് ബോസ്, ഏഷ്യാനെറ്റ്, എന്റെ മോൾ ചൈന, നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ പൈസ കൊടുക്കരുത്. ഇനി ബാക്കി പൈസ കൊടുക്കണ്ടേ കൊടുക്കരുത്. ഇമാതിരി തൊട്ടിത്തരം കാണിച്ചിട്ടല്ലേ നിൽക്കുന്നത്. ഇതിനകത്ത് ഈ മാതിരി ചെറ്റ പരിപാടി കാണിച്ചിട്ട് ഈ ഷോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളെ മണ്ടന്മാരാക്കുന്ന പരിപാടിയല്ലേ ഈ വെറ്റകൾ കാണിക്കുന്നത്. ഇത്രയും ആൾക്കാർ എന്തിനും വോട്ട് ചെയ്യുന്നവരൊക്കെ മണ്ടന്മാരോ? ഇങ്ങനെയാണ് ഇത്രയും അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ഈ ഒരു സീസണിൽ നടക്കാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ ഇതാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, പൈസ കൊടുത്ത് വോട്ട് മറിച്ച് നിൽക്കുകയാണ്. ഈ ശൈത്യൊക്കെ ആയത് 1-2 ആഴ്ചയിലൊക്കെ പോകേണ്ട ടീമാണ്. സത്യമാണ്. 36 ദിവസം വരെ അവൾ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അവൾക്ക് ലോട്ടറിയാണ്. 36 ദിവസം നിൽക്കാനുള്ള യോഗ്യത അവൾക്ക് ഇല്ല. ആ കൂടി അനുമോളുടെ കൂടി കുറച്ച് കോണ്ടന്റ് ചെയ്തു. അത് മാത്രമല്ലാതെ ഒരു മെച്ചവും ഇല്ല. ഒലക്ക് വിഴുങ്ങന്റെ കൂടെ അതിനകത്ത് നിന്നിട്ട് 36 ദിവസം നിന്നിട്ട് വന്നിട്ട് ഡയലോഗ് അടിച്ചാൽ മതിയോ? അത് നാണ്ട വോട്ട് മറിച്ചിട്ടാണ് നിന്നേക്കുന്നത്. വോട്ട് പൈസ കൊടുത്ത് മേടിച്ചിട്ട് നിന്നേക്കുന്നത്. അയ്യേ, നാണം കെട്ട പരിപാടി. ഇവളൊക്കെ ഒരു വക്കീലാണോ? വലിയ ആദർശം വന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ശൈത്യക്ക് അധികം ഫെയിം ഉണ്ടായിരുന്നില്ല. ശൈത്യയുടെ പേജ് അത്ര എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നില്ല. സ്റ്റോറി വ്യൂസ് വളരെ കുറവായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? മറ്റുള്ള പേജസിനെ ഹയർ ചെയ്ത്, മറ്റുള്ള ആൾക്കാരെ ഹയർ ചെയ്ത്, നമ്മുടെ കനാലിൽ കിടക്കുന്ന ബോയ്സിൽ, കനാൽ ബോയ്സ്, അവരെ വരെ നമ്മൾ ഹയർ ചെയ്തിട്ട് അവർക്കാണ് ഞാനിത് അവരെ റീച്ച് കനാലിൽ കിടക്കുന്നമാരുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നത്. 2,000 രൂപ 2 പൊറോട്ടയും കൊടുത്ത് അവർ ആരെയും വേണമെങ്കിലും പ്രൊമോട്ട് ചെയ്യും. അതിനേക്കാണ് ഹയർ ചെയ്തത്. ചുമ്മാ അല്ല അവള് പുറത്തു വന്നത്. അവരെ കണ്ട് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കണ്ടുണ്ടായിരിക്കും. അവരുടെ വെറുപ്പിലാണ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ 3,80,000 പേരെ കണ്ട് ഇപ്പം ആയിട്ടുണ്ട്. കുറഞ്ഞു വരിക. നമ്മുടെ ഗ്രോത്ത് ഇപ്പൊ താപ്പോട്ടാണ്. ആദ്യമൊക്കെ ഉമാരുടെ ഹലോ ഗൈസ്, നമ്മൾ പരിപ്പൂടെ തിന്നാൻ പോയി, കനാലിലെ വെള്ളം വന്നെന്ന് പറഞ്ഞിട്ട് കാണും കല്ല്. ഇപ്പൊ ഭയങ്കര വെറുപ്പിലായിരുന്നു. അയ്യോ, അവനൊക്കെയാണ് ഹയർ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല പിയർ ആക്കാൻ വേണ്ടി. കാരണം ശൈത്യ എവിടെയും റീച്ച് ആവുന്നില്ല. കാരണം ആദ്യത്തെ 3-4 ആഴ്ചയായിട്ട് ശൈത്യക്ക് കണ്ടന്റ് ഇല്ല. അപ്പൊ കണ്ടന്റ് ഇല്ലാതെ നമുക്ക് എന്ത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാനിപ്പോ ഒരു PR വർക്ക് ഏറ്റെടുത്ത് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ജയിക്കുന്നല്ല. അയാൾ കണ്ടന്റ് തന്നാലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളൂ. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശൈത്യ അതിനകത്ത് ഒരു തേങ്ങാക്കൊലയും ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുമോളുടെ കൂടെ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു. എന്നിട്ട് അനുമോളുമായിട്ട് ഉടക്കിയ സമയത്ത് ഇവക്കൊരു കുറച്ച് വോട്ട് കിട്ടി. പിന്നെ അനുമോളെ സപ്പോർട്ട് ചെയ്തതിനാ നിൽക്കുന്നതിന്റെ പേരിൽ കുറെ ആൾക്കാർ ശൈത്യക്ക് വോട്ട്. എന്റെ കമന്റ് ബോക്സിൽ തന്നെ കണ്ടിട്ടുണ്ട്, ഈ വട്ടത്തെ വോട്ട് ഞാൻ ശൈത്യക്ക് കൊടുക്കുകയാണ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറെ വോട്ട് ശൈത്യക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അനുമോളോട്ട് ഉടക്കി കഴിഞ്ഞിട്ട് ഇനി ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എന്തായി തീരും എന്നറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഇഷ്യൂവിന്റെ പേരിൽ കുറെ ആൾക്കാർ ശൈത്യക്ക് വോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലാതെ ശൈത്യയുടെ പേരിൽ ശൈത്യ സ്വന്തമായിട്ട് അങ്ങനത്തെ ഒരു കോണ്ടന്റും ചെയ്തിട്ടില്ല. ഏതോ ഒരു ടാസ്കിൽ രേണുസുതിക്ക് വേണ്ടിയിട്ട് പെർഫോം ചെയ്ത് മാത്രമാണ് എന്റെ ഒരു മൈൻഡ് ഇരിക്കുന്നത്. അല്ല അതിനകത്ത് ശൈത്യ പോയിട്ട് ഒലക്കയും പുഴുങ്ങിയിട്ടില്ല. ഒരു മരുന്നിന് പോലുള്ള കണ്ടന്റ് പോലും ശൈത്യ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ PR ആയാലും ORM ആണെങ്കിലും കട്ട് ചെയ്ത് സാധനം ഇടും. അവിടുന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് വന്നാലല്ലേ ഇവിടെ PR എന്ന് പറഞ്ഞിരിക്കുന്നതിന് വെട്ടിക്കൂട്ടി എന്തെങ്കിലും ഇടാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അവസാനം പൈച്ച പോയി എന്ന് പറഞ്ഞാൽ മതിയോ? അല്ലേ? ഞാൻ ഈ ശൈത്യനെ വിളിച്ചതും അനുവിനറിയാം, അനുമോൾക്കറിയാം. അനുമോളോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ അനുമോളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാം അറിയുന്നവൾ അനുമോൾ. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാവർക്കും PR ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് പോകുന്നത്. അയ്യോ, അനുമോൾക്ക് ഓൾറെഡി ആർക്കൊക്കെ PR ഉണ്ടെന്ന് അറിയാം അവിടെ. അനുമോൾ പക്ഷെ അതാരും പറയില്ല. അനുമോൾക്ക് അറിയാം, ശൈത്യയുടെ ഫാമിലി എന്നെ കോണ്ടാക്ട് ചെയ്ത കാര്യം അനുമോൾക്ക് അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശൈത്യ നല്ലൊരു ഇതാണ്. അപ്പോൾ ശൈത്യനെ ആദ്യത്തെ കാലത്ത് ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് ഫ്രണ്ട് ആയത് ഞാൻ പറഞ്ഞു, അനുമോൾ നീ ശൈത്യനെ പോലൊരു ആളോട് കൂട്ടുകൂടിക്കോളൂ. കാരണം ശൈത്യ എന്റെ ബലമായ സംശയം ഇവരെ രണ്ടുപേരെയും കൂടെ അകത്തോട്ട് സെറ്റ് ചെയ്തിട്ട് അങ്ങാണ്ടാണ് പറഞ്ഞു വിട്ടേക്കുന്നത്. അതിന്റെ അകത്ത് ചെന്നപ്പോഴത്തേക്ക് 2 തനിക്കുണം കാണിച്ച് അടിച്ച് പിരിഞ്ച് ഔട്ടായി വന്നതാണ്. പുറത്തുനിന്ന് തന്നെ എല്ലാത്തിനെയും സെറ്റ് ചെയ്തിട്ട് അങ്ങാണ്ടാണ് പറഞ്ഞു വിട്ടത്. നല്ലോണം സംസാരിക്കാൻ കഴിവുള്ള കുട്ടിയാണ്. അനുവിന് അധികം സംസാരിക്കാൻ ചിലപ്പോൾ വാദിക്കാൻ ആളുണ്ടാവില്ല. അപ്പോൾ എന്താ പറയാ, അപ്പൊ ശൈത്യനെ അനു ചൂസ് ചെയ്തത് അവർ തമ്മിൽ കണക്ട് ആയതും എല്ലാം ഒരു കോയിൻസിഡൻസ് പോലെ നമുക്ക് പിന്നെ തോന്നി. അപ്പോ ചുരുക്കം പറഞ്ഞ അതൊരു കോയിൻസിഡൻസ് അല്ലായിരുന്നു, പുറത്ത് സെറ്റ് ചെയ്ത് വിട്ടതെങ്ങാണ്ടാണ്. മനസ്സിലായോ? സമയത്ത് എന്താ പറയാ, ഈ കണ്ടന്റ് അതായത് ശൈത്യയുടെ എല്ലാ കണ്ടന്റും അനുമോൾ ബേസ്ഡ് ആയിട്ടുള്ള കോംബോ ആയിട്ട് തുടങ്ങിയത് കൊണ്ട് അവർ ആ രീതിയിൽ ആൾക്കാർ വോട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ അവർ എവിക്ഷൻ വരുമ്പോൾ നമ്മൾ ഇതുപോലെ വോട്ട് വാങ്ങി
എങ്ങനെ ചെയ്യുന്ന നമുക്ക് ഓൾറെഡി അത് ചെയ്യുന്നതാണ്, എല്ലാ സീസണിലും ചെയ്യുന്നതാണ്. ഇപ്പൊ പല കണ്ടസ്റ്റൻസ് ഇപ്പോൾ ടോപ്പ് 5 എന്ന് വരെ നിൽക്കുന്നത് വോട്ട് വാങ്ങി തന്നെയാണ്, അല്ലാതെ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചിട്ടല്ല. ആരടാ അത്? ടോപ്പ് 5 വരെ വന്ന് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് വോട്ട് വാങ്ങിയിട്ട് നിൽക്കുന്ന ആരാണത്? നിങ്ങൾ വോട്ട് ചെയ്യരുത്, സീരിയസ്ലി. ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾ മണ്ടന്മാര് എന്ന് പറഞ്ഞാൽ മതി. ഇങ്ങനെ വോട്ട് ചെയ്ത് ഓരോരുത്തരെ ജയിപ്പിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരെ അകത്ത് നിർത്താനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വോട്ടിംഗ് സിസ്റ്റം കൊണ്ട് വെച്ചേക്കുന്നത്? വല്ല കാര്യമുണ്ടോ? എന്ത് ക്രെഡിബിലിറ്റിയാണ് പിന്നെ ഈ ഷോയ്ക്കുള്ളത്? ഈ ഷോയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ജനങ്ങളാണ് ഓരോ ആൾക്കാരെ അതിനകത്ത് തെരഞ്ഞെടുത്ത് നിർത്തുന്നത് എന്നുള്ളത്. അതിനെ ഹൈജാക്ക് ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ ഈവൻ ഈ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത്ര പൈസ കൊടുത്തിട്ട് ഒരാളെ വോട്ട് ചെയ്ത് അതിനകത്ത് നിർത്തുന്നതിന് എന്തുവാ അത്? അപ്പൊ മനസ്സിലായല്ലോ, ഇതാണ് PR വർക്ക്. ഇപ്പൊ റീല് വെട്ടിയിടുന്നത് മാത്രമല്ല, വോട്ട് മേടിക്കുന്നതും ആളെ അകത്ത് നിർത്തുന്നതും ഒക്കെ PR വർക്കാ. പിടികിട്ടിയല്ല. അതുകൊണ്ടാണ് ഈ PR വർക്ക് ഇത്ര പൈസ ഇറങ്ങുന്നത്. ഇപ്പൊ ആൾക്കാർ ചോദിക്കുമല്ലോ, ഈ PR വർക്കിന് എന്തിനാണ് ഇത്ര പൈസ? ഇപ്പൊ മനസ്സിലായല്ല എങ്ങോട്ടാണ് ഈ പൈസ പോകുന്നത്, ഏത് രീതിയിലാണ് പൈസ ചെലവാക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ പിടികിട്ടിയല്ല. മെജോറിറ്റി ഓഫ് എമൗണ്ട് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണ് PR ടീംസ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇതുപോലെ പേജസ് ഹയർ ചെയ്യുക, അവർക്ക് വേണ്ടിയുള്ള കുറച്ച് പ്രൊമോഷൻസ് കൊടുക്കുക. അപ്പോൾ അവർക്കിപ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ അവർ പ്രതീക്ഷ പോലെ അങ്ങ് വർക്കായില്ല. ഞാൻ പ്രോമിസ് ചെയ്ത് 30 ദിവസമാണെങ്കിൽ ശൈത്യ എവിക്റ്റ് ആയത് 36-ാം ദിവസമാണ്. ഞാൻ 1 മാസത്തേക്കുള്ളിൽ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾക്കിപ്പോൾ എന്താ പറയുക, ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരുപാട് കാശ് ചോദിച്ച് വാങ്ങുന്ന ഒരാളല്ല. നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വിളിച്ച ആൾക്കാർ PR ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഓൾറെഡി ഒരാളെ സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ ഉദ്ദേശം സേഫ് ആക്കണം എന്നാണ്. ഞാൻ ആ വാക്ക് പാലിച്ചു എന്നും പറഞ്ഞിട്ടാണ് പുള്ളി നിൽക്കുന്നത്. 1 മാസത്തേക്ക് ശൈത്യയെ സേഫ് ആക്കാമെന്ന് പുറത്തുള്ള ഒരു വ്യക്തി ശൈത്യക്ക് വാക്ക് കൊടുത്തിട്ട് ആ 1 മാസം ശൈത്യയെ സേവ് ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇവന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് തന്നെ ഉണ്ട്, പൈസ കൊടുത്ത് പുറത്ത് ആളെ നിർത്തി കഴിഞ്ഞാൽ എത്ര നാള് വേണമെങ്കിലും അകത്ത് ഒരാളെ സേഫ് ആക്കി നിർത്താം. 1 മാസത്തേക്ക് ശൈത്യയെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു, 1 മാസത്തേക്ക് അവൻ ശൈത്യയെ സേഫ് ആക്കി അകത്ത് നിർത്തി. ഇപ്പൊ ഈ ഷോ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ORM ആണോ കൺട്രോൾ ചെയ്യുന്നത്, PR ടീംസ് ആണോ കൺട്രോൾ ചെയ്യുന്നത്? പുള്ളി തന്നെ പറഞ്ഞ വാക്കാണ്, 1 മാസത്തേക്കാണ് ഞാൻ പൈസ മേടിച്ചത്, ആ 1 മാസം ശൈത്യയെ ഞാൻ സേഫ് ആക്കി നിർത്തി, ആ വാക്ക് പാലിച്ചു. ജനങ്ങൾ പൊട്ടന്മാര്. ഇപ്പൊ ഒരു PR വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ അകത്ത് നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുന്നതിന്റെ ഒരു ഉത്തരം PR തന്നെ വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്, പറ്റും എന്നാണ്. ഒരു നല്ല PR വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നിർത്താൻ പറ്റും. പിന്നെ അത്യാവശ്യം കോണ്ടന്റ് കൂടെ കൊടുക്കുന്ന ടീംസ് ആണെങ്കിൽ നല്ല രീതിയിൽ പറ്റും. ഫോർ എക്സാമ്പിൾ അനുമോളും അനീഷും, ഇത് രണ്ടും മതി. രണ്ടുപേർക്കും സ്ട്രോങ് PR ഉള്ള ടീംസ് ആണ്. ഈ സീസണിൽ PR ഇല്ലാത്ത വ്യക്തികളില്ല. ടോപ്പ് 2 കണ്ടസ്റ്റൻസ് ആയിട്ട് കരുതുന്ന അനീഷിനും അനുമോൾക്കും PR ഉണ്ട്. അനുമോളുടെ ആണ് ഇദ്ദേഹം, അനീഷിന്റെ ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. അവരുടെ ഉദ്ദേശം സേഫ് ആക്കണം എന്നാണ്. ഞാൻ ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ എന്താണ്, ആ ഷോയിൽ വരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ നിന്ന് എത്ര കാശ് വാങ്ങി അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നമ്മൾക്കൊരു റോങ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ നമുക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് തോന്നും. അപ്പോൾ അത് മോശമാണ്. കാരണം അവർ അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് തന്നത്, അവര് പറഞ്ഞത് കൊണ്ടാണ് അവർക്ക് വേണ്ടി. കാരണം അവർക്ക് അറിയില്ല എങ്ങനെ വോട്ട് കയറ്റണമെന്ന് അറിയില്ല, ഏത് ഏജൻസിനെ ഏൽപ്പിച്ചാൽ വോട്ട് കയറ്റും. അപ്പൊ ഞാൻ ചെയ്യുന്ന ആള്, ഞാൻ അങ്ങനെ വോട്ട് കയറ്റുന്ന ആളല്ല. ഞാൻ ഈ ഫണ്ട് വാങ്ങി വേറൊരു ഏജൻസിനെ ഏൽപ്പിച്ച് അവരിൽ നിന്നാണ് ഞാൻ വോട്ട് കയറ്റി ശൈത്യനെ സേഫ് ആക്കി 36-ാം ദിവസം വരെ എത്തിച്ചത്. ശൈത്യക്ക് അറിയില്ല. ശൈത്യയുടെ ഫാമിലി എന്നെ വിളിച്ച സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്ത സമയത്ത് ശൈത്യക്ക് അറിയാം ഞാൻ ശൈത്യക്ക് വേണ്ടി ചെയ്യുന്നില്ല. ശൈത്യ തിരിച്ചു വന്നതിന് ശേഷം അത് ഷോ തുടങ്ങി ശൈത്യയുടെ കണ്ടന്റ് ഒന്നും വരാതെ ശൈത്യ എവിക്ഷനിൽ വന്ന സമയത്താണ് എന്നെ കോണ്ടാക്ട് ചെയ്തത് ശൈത്യയുടെ പാരന്റ്സ്. അപ്പോൾ ഏകദേശം ഓഗസ്റ്റ് 5-ാം തീയതി 4-ാം തീയതിയാണ് എന്നെ കോണ്ടാക്ട് ചെയ്തത്. ഞാൻ അതനുസരിച്ച് അവരെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ സഹായിക്കാനാണ് പോയത്, അല്ലാതെ നമ്മൾ അവരെ ദ്രോഹിക്കാനോ. അപ്പോൾ അവര് ചില ഇതുണ്ടല്ലോ, ശൈത്യയുടെ നിന്ന് കാശ് വാങ്ങി ശൈത്യക്കിട്ട് പണിതു, റിയൽ കട്ടപ്പ ഞാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആണ് സാധനം വന്നത്. പക്ഷെ ശൈത്യനെ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അത് അനുവിന്റെ ഫാൻസിനും അറിയാം, അനുവിന്റെ ഫാമിലിക്ക് അറിയാം, നമ്മൾ എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ ഇവർക്ക് വേണ്ടി ഇവിടെ സത്യം പറഞ്ഞ നീയൊക്കെ പുറയത് കുത്തിയിരിക്കുന്നത് ശൈത്യ അനുമോളെ, അനുമോള് ശൈത്യൊന്നും അല്ല. ഈ അകത്ത് പോയേക്കുന്ന കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ പുറയെന്ന് കുത്തിയേക്കുന്നത് ഇത് കാണുന്ന ജനങ്ങളെയാണ്, നമ്മളെയാണ് പൊട്ടന്മാരാക്കി. ഈ രീതിയിലുള്ള കളികളാണ് ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത്. ആലോചിച്ച് നോക്ക്, ഒന്നും പറയാനില്ല. എന്തോന്നാ ഇതൊക്കെ? ഞാൻ വളരെ ചെറിയ പൈസ, അതായത് ഇവർക്ക് വേണ്ടി എന്താ വെച്ചാൽ ഇവരുടെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആളുണ്ടായിരുന്നില്ല, വാട്സപ്പ് ഗ്രൂപ്പ് പോലും തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ കുറെ പ്രശ്നമുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ച് നമ്മളൊരു പയ്യനെ ഇരുത്തി ഒരു 1000 രൂപ കൊടുത്തിട്ട് ഡെയിലി ഇരുത്തി 10-30,000 അവനും കൊടുത്ത് ഇങ്ങനെയാണ് അവരുടെ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ നിങ്ങളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി തന്നെ മനസ്സിലാവും. 70,000 രൂപ വോട്ട്, 30,000 രൂപ ഒരാളെ ഹാൻഡിൽ ചെയ്യാൻ, ബാക്കി ചില്ലറ പോസ്റ്റുകൾ ഇടാൻ ആൾക്കാരെ നമ്മൾ കാശ് കൊടുത്ത് ഇടിപ്പിക്കുന്നു. അപ്പോൾ ശൈത്യക്ക് വേണ്ടി ഒരു PR വർക്കിന് വേണ്ടി വാങ്ങിച്ച കാശ് മുഴുവനായിട്ട് സ്പെൻഡ് ചെയ്തു. പക്ഷെ
ശൈത്യക്ക് വേണ്ടി PR വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ച പൈസ. കുറച്ച് ഇയാളാണ് പറഞ്ഞ PR വർക്ക് എടുക്കുന്നത് ഞാനല്ലെന്ന്, ശൈത്യയുടെ PR വർക്ക് അല്ലെന്ന്. പക്ഷെ പൈസ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണിയുടെ പേര് PR വർക്ക് എന്ന് തന്നെയാണ്. പേപ്പറിനകത്ത് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ലെന്ന് മാത്രം. കുറച്ച് മുമ്പ് അനുമോളുടെ കാര്യം വന്ന് പറഞ്ഞായിരുന്നല്ലോ, അനുമോളുടെ ORM ആണെന്ന്. അതാ പല പേരുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ORM എന്ന്, PRM എന്ന്, ORC എന്നും ORS എന്നും ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ ബേസിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ എന്താണ്? ഈ പരിപാടി തന്നെ. വോട്ട് മറിക്കലും ബാക്കിയുള്ള ആൾക്കാരെ വെച്ചിട്ട് തെറിവിളിപ്പിക്കലും, ഓപ്പോസിറ്റ് ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ പേജിൽ പോയിട്ട് അവരെ അപരാധിക്കുക, അവരെ തെറിവിളിപ്പിക്കുക, അവരെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് അവരെ തെറി വിളിച്ച് ഓടിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ഉള്ള കുറെ സാധനങ്ങൾ ഞാൻ ഇട്ട് കളിക്കുന്നുണ്ട്. ചീപ്പ് കളിയാണ്, ചീപ്പ്. ഈ PR വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ സീരിയസ്ലി വളരെ ചീപ്പായിട്ടാണ് ഈ ബിഗ് ബോസിനകത്ത് യൂസ് ചെയ്യുന്നത്. PR വർക്ക് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ബിഗ് ബോസിനകത്ത് PR വർക്ക് യൂസ് ചെയ്യുന്നത് വളരെ ചീപ്പായിട്ടാണ്, ഭയങ്കര ടോക്സിക് ആയിട്ടാണ് യൂസ്. ജനങ്ങളെയും ആ ഷോയെയും എല്ലാത്തിനെയും പറ്റിക്കുന്ന രീതിയിലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ സ്ട്രാറ്റജി വർക്ക് ആവണമെന്നില്ല. ശൈത്യ കണ്ടന്റ് തന്നാൽ മാത്രമാണ് അത് റീച്ച് ആവുള്ളൂ. പിന്നീട് അവർ പറഞ്ഞൊരു ആരോപണം എന്ന് പറയുന്നത് അനുമോൾ കിട്ടിയ റീച്ച് ശൈത്യ കിട്ടിയില്ല. അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, കാരണം രണ്ടാണ്. ഇപ്പം ശൈത്യക്ക് റീച്ച് കിട്ടാതെ ശൈത്യ കണ്ടന്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. പിന്നെ ശൈത്യനെ കട്ടപ്പാന്ന് വിളിച്ചത് അനുമോളുടെ PR-ഓ അനുമോളുടെ ഫാൻസോ അല്ല. ഓൾറെഡി ഞാനത് തെളിവടക്കം ശൈത്യയുടെ ഫാദറിന് അയച്ചു കൊടുത്തു. നിങ്ങളെ കട്ടപ്പാന്ന് വിളിച്ച പേജ് ഇതാണ്. പിന്നെ നമ്മുടെ രേവതി ബിഗ് ബോസ്, സീക്രട്ട് ഏജന്റ് അടക്കമുള്ള മുൻനിര യൂട്യൂബേഴ്സ് ആണ് അവർ ആ പേരിട്ടത്. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാനാണെന്ന് തോന്നി ഇവളെ ആദ്യമായിട്ട് കട്ടപ്പ എന്ന് വിളിക്കുന്നത്. ആ ഒരു ക്രെഡിറ്റ് എന്തായാലും ഞാൻ എടുക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല. അവളെ എല്ലാരും കൂടെ വിളിച്ചപ്പോ ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, അത്രേ ഉള്ളൂ. ഏഷ്യനെറ്റ് ന്യൂസ് വരെ അത് പബ്ലിഷ് ചെയ്തു. ഏഷ്യനെറ്റ് തന്നെയാണ് കട്ടപ്പ ആണ് ശൈത്യ എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത്. ഏഷ്യനെറ്റ് ആണ്. എന്തിനാ കൂടുതൽ ഏഷ്യാനെറ്റിന്റെ കാര്യം പറയുന്നത്? ഏഷ്യാനെറ്റ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ആ പോസ്റ്റ് ഷെയർ ചെയ്യും, സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തതും ആ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് അയ്യോ ഇതെന്റെ കട്ടപ്പ കുഞ്ഞ് തന്നെ എന്ന് കമന്റ് ഇട്ടത് ശൈത്യയുടെ അമ്മയാണ്, വേറെ ആരുമല്ല. ശൈത്യക്ക് PR വർക്ക് കൊടുത്ത് ശൈത്യയുടെ അമ്മയാണ് കമന്റ് ഇട്ടേക്കുന്നത്. ആ കമന്റ് പിന്നീട് അവരത് മുക്കി ഡിലീറ്റ് ചെയ്തിട്ട് പോയി. ഇപ്പൊ ആ കമന്റ് കാണാൻ പറ്റത്തില്ല. അന്ന് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആ സ്ക്രീൻഷോട്ട് എന്റെ പോയി, അല്ലെങ്കിൽ ഞാൻ ഇത് ഇപ്പോൾ എടുത്ത് കാണിച്ചേനെ. അവരിത് ചെയ്തിട്ടില്ലെന്ന് അവർക്ക് ഇത് പറയാൻ പറ്റൂല. സ്വന്തം അമ്മ വരെ കട്ടപ്പാന്ന് വിളിച്ചിട്ടുണ്ട്, പിന്നെന്തുവാ ബാക്കിയുള്ളവർ വിളിക്കുന്നതിന് എന്തുവാ? ഏഷ്യനെറ്റാണ് ബാഹുബലിയുടെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഒരു പ്രൊമോ പോലെ വന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മളിപ്പോ അനുമോളുടെ PR ആണെന്ന് ആരോ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചതിന് ശേഷമാണ് ഇത് പ്രതികരിച്ചു തുടങ്ങിയത്. ഇത് ഓൾറെഡി നമ്മുടെ സീക്രട്ട് സായിയോട് ശൈത്യയുടെ പാരന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടും ശൈത്യനെ സേവ് ആക്കാൻ പറ്റിയില്ല. ഈ 1.5 ലക്ഷം രൂപ തന്നാൽ എനിക്ക് 1 മാസത്തേക്കാണ്, മനസ്സിലായോ? എനിക്ക് 100 ദിവസം 1.5 ലക്ഷം രൂപയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, മനസ്സിലായി? അത് ഞാൻ PR വർക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്നത് PR വർക്ക് എപ്പോഴും എക്സ്പെൻസീവ് ആണ്. അത് വർക്ക് ചെയ്യണമെന്നില്ല, അവർ കണ്ടന്റ് തന്നാൽ മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, PR വർക്ക് ഉണ്ടെങ്കിലും കണ്ടന്റ് കൊടുത്താലേ ജയിക്കത്തുള്ളൂ. അപ്പൊ അനുമോൾ അവിടെ നിൽക്കുന്നത് PR വർക്ക് കൊണ്ട് മാത്രമല്ല. ഈ പറഞ്ഞ പോലെ അനുമോളുടെ 16 ലക്ഷം രൂപ അപ്പൊ പുള്ളിക്ക് 1.5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തു. പുള്ളി 1.5 ലക്ഷം രൂപയുടെ പണിയെടുത്തു. 1 മാസം ശൈത്യം അവിടെ നിന്നു. അതും പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് മാത്രമാണ്, 1.5 ലക്ഷം രൂപ. കൂടുതൽ കുറച്ച് എമൗണ്ട് കൂടെ കൊടുത്തിരുന്നെങ്കിൽ ശൈത്യം ചിലപ്പോൾ 90 ദിവസമൊക്കെ അവിടെ നിന്നേനെ, 3 മാസത്തേക്കുള്ള പൈസ കൊടുത്തിരുന്നെങ്കിൽ. അപ്പൊ കൗണ്ടന്റ് കൂടെ കൊടുത്തിരുന്നെങ്കിൽ കപ്പോൾ അടിച്ചേനെ, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. പുള്ളി തന്നെ സത്യങ്ങൾ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ സത്യം ഇനി വേറെ ആരും പറയാനില്ല. ഇപ്പൊ വോട്ട് മറിക്കുന്ന കാര്യം പറയുന്നു, പൈസ കൊടുത്ത് PR-നെ വെച്ചിട്ട് എന്തൊക്കെയാ ജോലി എടുക്കുന്നതെന്ന് എല്ലാം കൃത്യമായിട്ട് പറയുന്നു. അക്ബറും പിന്നി അടക്കം PR കൊടുത്തേക്കുന്ന ടീംസ് ഒക്കെ ഈ വോട്ട് മറിക്കുന്ന ടീംസ് ആണെന്ന് പറയുന്നു. എല്ലാ എണ്ണം ഉടായ്പ തന്നെ, ഒന്നിനൊന്നിനും വെച്ച. സാധാരണക്കാരായ ഒരു കണ്ടസ്റ്റന്റ് ഹരീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി, പക്ഷെ ആളുടെ PR വർക്ക് ചെയ്യുന്നത് അനുമോളുടെ PR വർക്കിനൊക്കെ മേലുള്ള ഒരു PR വർക്കാണ് എന്നിട്ടും ആളൊരു സാധാരണക്കാരൻ. അനുമോളുടെ PR വർക്കിനേക്കാളും മേലിലുള്ള എന്ന് പറഞ്ഞാൽ അനുമോളുടെ PR വർക്ക് ടോപ്പാണ്. ആ ടോപ്പിന്റെ ടോപ്പാണ് അനീഷിന്റെ PR വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പൊ അതെ എന്ന് വിനുവും പറയുന്നുണ്ട്. അല്ല, അത് ആളുടെ ഗെയിം അല്ലേ? ആള് സാധാരണക്കാരോട് വന്നു, ഏറ്റവും വലിയ PR ഏജൻസിനെ PR ഏൽപ്പിക്കുന്നു. ഏറ്റവും അത് അയാളുടെ ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, ഇത് അയാളുടെ ഒരു 1 ടൈം ചാൻസ് ആണ്. കഴിഞ്ഞിട്ട് സായിയുടെ വീഡിയോ കണ്ടപ്പോൾ സായി അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, ഏതോ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതോ മാഹിയിലെങ്ങാണ്ടുള്ള ഒരു PR ടീംസിനെങ്ങാണ്ടാണ് അനീഷ് PR വർക്ക് കൊടുത്തേക്കുന്നത്. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പറയുന്നത്. അനീഷിന്റെ അനിയൻ അബീഷ്, പുള്ളി ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ്, പ്രൊഫഷണൽ ക്രിക്കറ്റ് പ്ലെയർ ആണ്. അപ്പൊ അനീഷ് അതിനകത്ത് കയറിയതിനു ശേഷം അബീഷ് ആയിരിക്കണം ഈ ഒരു PR കൊടുത്തിരിക്കുന്നത്. മേ ബി അനീഷ് അറിയണമെന്ന് പോലും ഇല്ല. അല്ലെങ്കിൽ ഇത്രയും നാള് ബിഗ് ബോസിനെ അരച്ച് കലക്കി കുടിച്ചിട്ട് അകത്തോട്ട് പോയ
അനീഷ് PR വർക്ക് എന്താണെന്നും അതെങ്ങനെ കൊടുക്കണമെന്നും അതെങ്ങനെ വർക്കൗട്ട് ആക്കണമെന്നും വളരെ വ്യക്തമായിട്ട് അറിവോടുകൂടിയായിരിക്കും അബീഷിനെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അനീഷ് ഇതിന്റെ അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PR എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് പോലും എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞതൊക്കെ ശുദ്ധ നുണയാണ്. എന്താണെങ്കിലും അനീഷിന് ഒരു സ്ട്രോങ് PR ഉണ്ട്, അത് കാണുന്നുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഇൻസ്റ്റ എടുത്താണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എടുത്ത് നോക്കുമ്പോൾ തന്നെ അനീഷിന്റെ PR വർക്കിന്റെ പരിപാടികൾ കൃത്യമായി കാണുന്നുണ്ട്. നാളെ റിഗ്രറ്റ് ചെയ്യും, അയ്യോ ഇതുകൊണ്ട് മാത്രം എനിക്ക് കപ്പടിക്കാതെ പോയല്ലോ, അല്ല ഇതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ. അൾട്ടിമേറ്റ്ലി 100 ദിവസം നിൽക്കണം എന്നുള്ളതാണ് എയിം. അത് അയാൾ നിന്നു. അയാളെ സംബന്ധിച്ച് ഒരു കോമണർ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ 100 ദിവസം ഇത്രയും കൊലകൊമ്പന്മാരെ നിൽക്കാൻ പറ്റിയിട്ടില്ല അവിടെ 100 ദിവസം. പുള്ളി നിന്നു. പുള്ളി നല്ല മികച്ച ഗെയിമറാണ്. അതേപോലെ തന്നെ പുള്ളി പുറത്ത് PR സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കഴിവാണത്. ആ PR സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുള്ളീനെ അത്ര നിർത്തിയിട്ടുമുണ്ട് അവര്. ഇപ്പോഴും അയാൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനും ക്യാൻവാസ് ചെയ്യാനും കമന്റ് ചെയ്യാനും എല്ലായിടത്തും ഫുൾ. ഇപ്പൊ ഇന്നലെ പോലും അനിമോൾ ഡീഗ്രേഡ് ചെയ്യാൻ പോലും അവര് ആക്റ്റീവാണ്, അത്ര ആക്റ്റീവാണ്. ഇപ്പൊ ഇന്നലെ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അതിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ അതാണ് നല്ലൊരു സ്ട്രോങ് PR-ഉം പിന്നെ കുറച്ച് അകത്ത് പോയിട്ട് വായത്താളം അടിക്കാനുള്ള കഴിവും ഉണ്ടെങ്കിൽ 100 ദിവസം പുഷ്പം പോലെ നിൽക്കാം. ചിലപ്പം അനിമോളെ പോലെ കപ്പുമായിട്ട് ഇറങ്ങാനും പറ്റും. ഡീൽ ചെയ്യുന്നത് അനിമോൾ അവിടെ വഴക്കുണ്ടാക്കാൻ നിന്നിട്ടില്ല. ഫിനാലെ വീക്കിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? അപ്പോ കേട്ടല്ലോ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ, വളരെ വ്യക്തമായിട്ട് കേട്ടല്ലോ. ഇതൊക്കെയാണ് ഇതിന്റെ പിന്നാമ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന നെറികെട്ട വൃത്തികെട്ട കളികൾ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെയും ഇവർക്കൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെയൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ടാണ് ഈ PR ടീംസ്, ഓരോ കണ്ടസ്റ്റൻസിന്റെയും PR ടീം പുറത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിലാണെന്ന് തോന്നുന്നു ഇത്രയും അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ നടന്നിട്ടുള്ളത്. ഈ സാബു ഒക്കെ അകത്ത് നിൽക്കാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എനിക്ക് തോന്നുന്നു ഇവന്മാരൊക്കെ തന്നെയാണ്. അവനൊക്കെ എപ്പോഴോ ഔട്ടായി പോകേണ്ട ഒരുത്തനാണ് അവൻ. എന്നിട്ട് സാബു 30ാമത്തെ ദിവസം കയറിയിട്ട് 92ാമത്തെ ദിവസം കണ്ടാണ് അവൻ ഔട്ടായി പോകുന്നത്. ഇത്രയും ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് നടന്നിട്ടുണ്ട്. സാബു സത്യം പറഞ്ഞ 2 ലോട്ടറിയാണ്. ഒന്ന് അവൻ PR കൊടുത്തിട്ടില്ല, ഉണ്ടോന്ന് നമുക്ക് അറിയില്ല. ബട്ട് അവൻ PR ചെയ്തിട്ടില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ PR-ന്റെ ഇൻഫ്ലുവൻസ് കാരണം നല്ല രീതിയിൽ വോട്ട് സാബുവിന് മറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ PR ആണ് സാബുവിന് വേണ്ടി ആക്ച്വലി PR വർക്ക് ചെയ്തിട്ടുള്ളത്. അത് അവന് വലിയൊരു ഗുണമാണ്. 1 രൂപ പോലും മുടക്കാതെ അവന് PR വർക്ക് ചെയ്യാൻ പറ്റും. അത് കാരണം സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് നിൽക്കുമ്പോൾ ഇവൻ അതിനകത്ത് നിൽക്കാനും ഒരു 90 ഡേയ്സ് പ്ലസ് അതിനകത്ത് നിൽക്കാൻ പറ്റും. ചുരുക്കം പറഞ്ഞാൽ സാബു ലോട്ടറി അടിച്ചതാണ്. ഈ തവണയാണ് ഏറ്റവും കൂടുതൽ അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ നടന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കും. എന്ന് വെച്ചാൽ പറഞ്ഞിട്ടില്ലേ, പലരും വോട്ട് പൈസ കൊടുത്ത് മേടിച്ചിട്ടാണ് അതിന്റെ അകത്ത് നിൽക്കുന്നത് എന്നാണ് ഇയാൾ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളത്. പൈസ കൊടുത്ത് വോട്ട് മറിച്ചിട്ട് ആളുകളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന പരിപാടിയല്ലയോ ചെയ്യുന്നത്? നെറികെട്ട പരിപാടിയല്ലയോ? ഈ വട്ടം ആര് കപ്പെടുത്താലും, അത് ഒന്നാമത്തെ ഈ വട്ടം ഇനി ആര് കപ്പെടുത്താലും, അനുമോൾ ആണെങ്കിലും അനീഷ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ആര് കപ്പെടുത്താലും ഒരു യോഗ്യതയില്ലാത്ത ടീംസ് ആണ് ഇതിനകത്ത് നിൽക്കുന്ന എല്ലാവരും. അതുപോലെ തന്നെ ഇനി കപ്പുമായിട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ മുകളിൽ ബിഗ് ബോസ് സീസൺ 7 വിന്നർ പേര് പവേർഡ് ബൈ PR-ന്റെ പേരും കൂടെ എഴുതി വെച്ചാൽ നന്നായിരിക്കും. ഇരിക്കട്ടെ. ഇപ്പൊ തന്നെ കപ്പിന് വില ഇല്ലാതായി. PR കാരണം കിട്ടിയ കപ്പ് എന്നുള്ള ഒരു പേര് ഈ വട്ടത്തെ വിന്നറിന് എന്താണെങ്കിലും കിട്ടും. അത് വെറും പേരും ആയിരിക്കത്തില്ല, അതിന്റെ പുറകിൽ ഇതുപോലുള്ള കുറെ നെറികെട്ട കളികളും യാഥാർത്ഥ്യവും ഉണ്ട്. PR കപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ വട്ടത്തെ കപ്പിനെ വിശേഷിപ്പിക്കാം. അത് ആര് കപ്പെടുത്താണെങ്കിൽ വെറും വൃത്തികെട്ട കളി എന്നല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി വേറെ ഒന്നും പറയാനില്ല. എന്താണ് ഗൈസ് നിങ്ങളുടെ ജെന്യുനായിട്ടുള്ള ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ രാവിലെ കട്ടപ്പ ശൈത്യയെ പറ്റി ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, കണ്ടിരുന്നാൽ മതി. ശൈത്യ റോസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്, കാണാൻ മറക്കണ്ട. അപ്പൊ ശരി, ബൈ.